ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് സൊല്യൂഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മാർക്കിനൊക്കെ ചിലപ്പോൾ പ്രോപ്പർട്ടീസ് ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കും. പിന്നെ ഇവോപ്പറേഷൻ എന്നൊക്കെ രീതിയിൽ എന്താണ് ഇവോപ്പറേഷൻ എന്നൊക്കെ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ വേപ്പർ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെ ആയിട്ടാണ്. നമ്മൾ 2 പഠിച്ചു, ഇൻ്റർമോളിക്കുലർ ഫോഴ്സസും അതേപോലെ ടെമ്പറേച്ചർ. അപ്പോൾ ഇതൊക്കെ എഴുതുക. ഓക്കെ, ദെൻ അതിൻ്റെ ഒരു ഇക്വേഷൻസ് ജസ്റ്റ് നോക്കിയിട്ട് പോവുക. ഇക്വേഷൻസ് ജസ്റ്റ് നോക്കിയിട്ട് പോകാം. എന്താണ് സർഫേസ് ടെൻഷൻ അല്ലെങ്കിൽ എന്താണ് സർഫേസ് എനർജി? ഒരു വെറൈറ്റിക്ക് സർഫേസ് ടെൻഷൻ ചോദിക്കാതെ സർഫേസ് എനർജി ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടില്ല എന്ന രീതിയിൽ സർഫേസ് ടെൻഷൻ ചോദിക്കാതെ സർഫേസ് എനർജി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സർഫേസ് എനർജി പറഞ്ഞാൽ എന്താ? അതിപ്പോൾ അറിയാത്തവരോട് ഞാൻ പറയാം. സർഫേസ് മോളിക്യൂൾസ് ഓഫ് ദ ലിക്വിഡ് എക്സ്പീരിയൻസ് എ കോൺസ്റ്റൻറ്റ് ഇൻവേർഡ് ഫോഴ്സസ്. സർഫേസ് മോളിക്യൂൾസിൽ ഒരു കോൺസ്റ്റൻറ്റ് ഇൻവേർഡ് ഫോഴ്സ് ഒക്കർ ചെയ്യുന്നു. അതുപോലെ അത് ഒരു ഹയർ എനർജി ഈസ് ക്രിയേറ്റഡ് എനർജി ഈസ് ലേറ്റഡ് ആൻഡ് ദാറ്റ് ആർ ദ ബൾക്ക് ഓഫ് ദ ഒരു ബൾക്ക് ലിക്വിഡിനേക്കാളും ഏറ്റവും ഹൈ എനർജി ആയിരിക്കും ഇതിനുള്ളത്. ഇത് ഹയർ എനർജി, ഈ ഹയർ എനർജി സർഫേസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹയർ എനർജി മിനിമൈസിങ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ മിനിമൈസ് ചെയ്യുന്നു. അതുപോലെ ഇറ്റ് മിനിമൈസ് ദ സർഫേസ് ഏരിയ ആൻഡ് ദിസ് ലെഡ് ടു ദ ഇൻക്രീസസ് ഇൻ ഓർഡർ ടു സർഫേസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനായിട്ട് എനർജി സപ്ലൈ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അതാണ് സംഭവം സർഫേസ് എനർജി എന്ന്. പിന്നെ അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സർഫേസ് ടെൻഷൻ കുറയുന്നു എന്ന് പറയുന്നതിൻ്റെ റീസൺസ്. അപ്പോൾ ഇതൊക്കെ എഴുതി വയ്ക്കാം കേട്ടോ. പിന്നെ അതേപോലെ സം എഫക്ട്സ് എന്തൊക്കെ എഫക്റ്റാണ് സർഫേസ് ടെൻഷൻ എന്ന് വെച്ചാൽ സ്പെറിക്കൽ ഷേപ്പ്, കാപ്പിലറി ആൻഡ് മെനിക്കസ് ഫോർമേഷൻ. പിന്നെ അതേപോലെ വാട്ടർ സ്പ്രെഡ് ഓൺ ദ ഗ്ലാസ് വയൽ മെർക്കുറി റിമെയിൻസ് ആസ് എ ഡ്രോപ്പ്. 2 മാർക്കിനാണെങ്കിൽ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് എഴുതിയാൽ മതി. പക്ഷേ 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് മൊത്തം എഴുതേണ്ടി വരും. പിന്നെ വിസ്കോസിറ്റി എന്താണ്? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഈസ് കോൾഡ് എസ് വിസ്കോസിറ്റി. വാട്ടറിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിക്വിഡിൻ്റെ ഉള്ളിൽ നിന്നുള്ള റെസിസ്റ്റൻസിനെ പറയുന്നതാണ് വിസ്കോസിറ്റി. പിന്നെ അതിനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വരി മാത്രം ചെയ്താൽ പോരാ, ജസ്റ്റ് ലാമിനാർ ഫ്ലോ എന്താണെന്നും അതിൻ്റെ ഇന്നർ ലെയേഴ്സിന് എന്തൊക്കെയാണ് ഉണ്ടാവണതെന്നും ജസ്റ്റ് നോക്കുക. പിന്നെ എന്തൊക്കെ അതായിട്ടാണ് അത് ഡിപ്പെൻഡ് ചെയ്യണത്, ഈ വിസ്കോസിറ്റി ഡിപ്പെൻഡ് ചെയ്യണത്. പിന്നെ അതിൻ്റെ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് നോക്കി വയ്ക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ അതേപോലെ സൊല്യൂഷനിലാണെങ്കിൽ ഗേഷ്യസ് സൊല്യൂഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ ഏതാ പറഞ്ഞാൽ ഗേഷ്യസ് സൊല്യൂഷൻ ഉണ്ട്, അതേപോലെ ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട്, സോളിഡ് സൊല്യൂഷൻ ഉണ്ട് പറഞ്ഞിട്ട് ജസ്റ്റ് ഇതൊക്കെ എഴുതുക. പിന്നെ സോലബിലിറ്റി ഓഫ് ദ ഗ്യാസിൻ്റെ സോലബിലിറ്റി ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത് സോലബിലിറ്റി ഓഫ് ദ ഗ്യാസിൻ്റെ ഗ്യാസും ലിക്വിഡും തമ്മിലുള്ള സോലബിലിറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് അവിടെ ഉപയോഗിക്കുന്നത് ലോ എന്നാണ്, ഹെൻറീസ് ലോ. അത് മറക്കരുത്. ഹെൻറീസ് ലോസിനെ പറ്റിയിട്ട് സോലബിലിറ്റി ഓഫ് ദ ലിക്വിഡ് ബേസ് ചെയ്ത ഒരു ലോ ഉണ്ട്. ആ ലോ സോലബിലിറ്റി ഓഫ് ദ ലിക്വിഡിന് ബേസ് ചെയ്ത ലോ എന്ന് പറഞ്ഞാൽ ഹെൻറീസ് ലോ ആണ്. അപ്പോൾ ഹെൻറീസ് ലോസ് എഴുതുക, അതിൻ്റെ ഇക്വേഷൻ എഴുതുക, അതിൻ്റെ ലിമിറ്റേഷൻസ് എഴുതുക. പിന്നെ അതേപോലെ അതിൻ്റെ അപ്ലിക്കേഷൻസ് 5 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്ലിക്കേഷൻസും 5 മാർക്ക് സ്ക്യൂബ ഡൈവേഴ്സ് എഴുതുക. പിന്നെ അതേപോലെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് എന്താ പറയുക സ്ക്യൂബ ഡൈവേഴ്സ് എഴുതുക, ഹൈ ഓൾട്ടിറ്റ്യൂഡ് എഴുതുക. പിന്നെ അതേപോലെ CO2 ടൈറ്റ്ലി പാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബോട്ടിൽ ടൈറ്റ്ലി CO2 ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ 4 അപ്ലിക്കേഷൻസ് എഴുതുക. പിന്നെ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ദ സൊല്യൂട്ട്, നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട് എന്ന് എഴുതുക. പിന്നെ എന്താ ഓസ്മോസിസ്, എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ കോൺസെൻട്രേഷൻ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് ഒരു സെമി പെർമബിൾ മെംബ്രെയിൻസിൽ നിന്ന് പോകുന്നതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രഷർ ദാറ്റ് സ്റ്റോപ്പ് ദ ഓസ്മോസിസ്. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒരു എക്സസ് പ്രഷറാണ് നമ്മുടെ എന്താ പറയുക സൊല്യൂഷനിൽ ഓസ്മോസിസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓസ്മോട്ടിക് പ്രഷർ. 2 ലോ ഉണ്ട്, ബോയിൽസ് വൻ ഹൂസ് ലോയും ചാൾസ് വൻ ഹൂസ് ലോയും. ബോയിൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ജസ്റ്റ് ഒന്ന് എഴുതുക. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ട് മോളാർ കോൺസെൻട്രേഷൻ ഈസ് പ്രപ്പോർഷണേറ്റ് ടു ദ ഓസ്മോട്ടിക് പ്രഷറും. അതേപോലെ ചാൾസ് ലോയിൽ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ടെമ്പറേച്ചർ ഈസ് പ്രപ്പോർഷണേറ്റ് ടു ഓസ്മോട്ടിക് പ്രഷർ. അതും ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വെൻ ഹോസിൻ്റെ ഒരു ഓസ്മോട്ടിക് പ്രഷർ ഇക്വേഷൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പോലെ ഫോം ചെയ്യുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ πV = nRT എന്നാണ് കിട്ടിയത്. പിന്നെ നമ്മുടെ മോളിക്കുലർ ഒരു സൊല്യൂട്ടിൻ്റെ മോളിക്കുലർ മാസും അതേപോലെ പോളിമേഴ്സിൻ്റെ മോളിക്കുലർ മാസും നമ്മൾ ഇതുവഴി കണ്ടെത്തുന്നു അല്ലേ, ഒരു ഇക്വേഷൻ വഴി പോളിമേഴ്സിനെ കണ്ടുപിടിക്കുന്നു. എന്താണ് ഐസോട്ടോണിക് സൊല്യൂഷൻ, എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് സെയിം ടെമ്പറേച്ചർ. സെമി പെർമബിൾ മെംബ്രെയിൻസ് ഉണ്ടെങ്കിലും അവിടെ ഓസ്മോസിസ് നടക്കില്ല. റിവേഴ്സ് ഓസ്മോസിസിനെ പറ്റി പറയുകയാണെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ കോൺസെൻട്രേഷൻ നിന്ന് ഹയർ കോൺസെൻട്രേഷൻ പോകുന്നത് ഓസ്മോസിസ് ആണെങ്കിൽ ഹയർ കോൺസെൻട്രേഷൻ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നത് റിവേഴ്സ് ഓസ്മോസിസ് ആണ്.
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റിലേഷൻ ഓഫ് ദ സീ വാട്ടറിൽ നമ്മുടെ നല്ല പ്യുവർ വാട്ടർ ഫോം ചെയ്യുന്നതിന് ആ ഒരു പ്രോസസ്സിന് സഹായിക്കുന്നത് ഈ റിവേഴ്സ് ഓസ്മോസിസ് എന്ന മെത്തേഡ് വഴിയാണ്. അതിൽ നമ്മൾ സെമി പെർമബിൾ മെംബ്രെയിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നൈലോണും അതേപോലെ സെല്ലുലാർ അസറ്റേറ്റ് ഒക്കെയാണ് നമ്മുടെ സെമി പെർമബിൾ മെംബ്രെയിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് അതൊക്കെ ചിലപ്പോൾ 2 മാർക്കിന് അല്ലെങ്കിൽ 5 മാർക്കിന് റിവേഴ്സ് ഓസ്മോസിസ് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ എഴുതാനുള്ളൂ. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഭാഗമല്ലേ. പിന്നെ ചിലപ്പോൾ ഈ ഇക്വേഷൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഓസ്മോസിസ്, എന്താ ഓസ്മോട്ടിക് പ്രഷർ എന്ന രീതിയിൽ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ, ഹെൻറീസ് ലോവും അതിൻ്റെ ആപ്ലിക്കേഷനാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. അത് ചിലപ്പോൾ ഹെൻറീസ് ലോ ആൻഡ് റൈറ്റ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഹെൻറീസ് ലോ അതിൻ്റെ ലിമിറ്റേഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ രീതിയിൽ 5 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കുമായിരിക്കും. അതൊക്കെയാണ് ഹെൻറീസ് ലോ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്താ വിസ്കോസിറ്റി, എന്താ സർഫേസ് ടെൻഷൻ, എന്താണ് എന്താ പറയുക ഇവോപ്പറേഷൻ എന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക, വല്ല ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് നോക്കി വയ്ക്കുക. അത്രയും ഇത് മെയിൻ പഠിക്കുക. പിന്നെ സൊല്യൂഷൻസ്, 3 ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഉണ്ട്. ഗേഷ്യസ് സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ ആൻഡ് സോളിഡ് സൊല്യൂഷൻ, അങ്ങനെ 3 ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സോളിബിലിറ്റി സൊല്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് പഠിക്കാനുള്ളത്, സൊല്യൂഷനിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് ഒരു ഹെൻറീസ് ലോ ആണ്. ഹെൻറീസ് ലോവും അതിൻ്റെ ഹെൻറീസ് ലോവും അതിൻ്റെ ഇക്വേഷനും അതിൻ്റെ ലിമിറ്റേഷൻസും അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻസും നോക്കണം. പിന്നെ എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഓസ്മോസിസ് പ്രഷർ, ഓസ്മോട്ടിക് പ്രഷർ, അതിൻ്റെ ലോസസ്, വാൻ ഹൂസ് ലോസസ്, ചാൾസും ബോയിൽസിൻ്റെയും വൻ ഹൂസ് ലോസസിൻ്റെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. പിന്നെ അത് മോളിക്കുലർ മാസ് ഓഫ് ദ സൊല്യൂട്ടും മോളിക്കുലർ മാസ് ഓഫ് ദ പോളിമേഴ്സ് എങ്ങനെ കണ്ടുപിടിച്ച് പിന്നെ ഐസോട്ടോണിക് സൊല്യൂഷൻ, പിന്നെ വാട്ടർ പ്യൂരിഫിക്കേഷൻ, റിവേഴ്സ് ഓസ്മോസിസ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഇങ്ങനെ ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കായിട്ട് വരുന്നത്. സോ എല്ലാം ജസ്റ്റ് ബേസ് ചെയ്തിട്ട് നന്നായി പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.